ചുരൽമലയിലെ രക്ഷാദൗത്യത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ രക്ഷാദൗത്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായും ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കൈയിൽ നിന്നും ആളുകളെ ഈ വടംവലി പുറത്തേക്ക് കൊണ്ടുവരികയാണ് സേന ചെയ്യുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷാദൗത്യം ഇപ്പോഴും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ രക്ഷാദൗത്യത്തിന് അതിന്റെ ഭാഗമായി കെട്ടിയ ഈ റോപ്പ് വേയിലൂടെ കൊണ്ടുവരുന്നത് അവിടെ മണ്ണിനടിയിൽ പുതഞ്ഞു പോയ നമ്മളുടെ സഹോദരങ്ങളുടെ മൃതദേഹങ്ങളാണ്. അത് അവിടെ നിന്ന് ഈ റോപ്പ് വേയിലൂടെ ഘടിപ്പിച്ച് പ്രത്യേക സംവിധാനത്തിലൂടെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങ് ദൂരെ ഒരു വാഹനം വരുന്ന ദൃശ്യങ്ങൾ കാണാം എന്നാണ് ഞാൻ കരുതുന്നത്. ആ വാഹനങ്ങൾ ആ റെസ്ക്യൂ ദൗത്യത്തിന് വളരെ ദൂരേക്ക് യഥാർത്ഥത്തിൽ ആ ദുരന്ത മേഖലയുടെ കോർ ഭാഗത്തേക്കൊക്കെ വളരെ സാഹസികമായി പോയവർ തിരികെ വരുന്നതാണ്. അതിൽ അവരോടൊപ്പം പരിക്കേറ്റവരുണ്ട്, അതുപോലെ മരിച്ച ആളുകളുണ്ട്. അപ്പോൾ അവരുടെ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുവരികയാണ്. അത് വന്നാൽ ഉടൻ തന്നെ ഇവിടേക്ക് അത് ആശുപത്രിയിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് ആംബുലൻസുകളുടെ നീണ്ട നിര തന്നെ ഇവിടെയുണ്ട്. ആർമിയുടെ ഒരു താൽക്കാലിക പാലത്തിലൂടെ അവിടെ പരിക്കേറ്റ ആളുകളെ വേറൊരു ഭാഗത്തുകൂടി ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു പക്ഷേ എനിക്കത് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് എങ്ങനെയാണ് ഈ സമയത്ത് പറയേണ്ടതെന്നറിയില്ല. ഒരു വല്ലാത്ത കാഴ്ച എന്ന് മാത്രമേ ഞാൻ അതിനെ പറയുന്നുള്ളൂ. ആ റോപ്പ് വേയിലൂടെ ഒരു മൃതദേഹമാണ് നമ്മളൊക്കെ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് വരുന്നത്. ഇത് ഇവിടെ തയ്യാറാക്കിയ ഒരു പ്രത്യേക ക്രമീകരണം അതിലൂടെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. 22 മൃതദേഹം ഇങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവരാനുണ്ട് എന്നാണ് ഈ കേരള സിവിൽ ഡിഫൻസ് അതിലെ രക്ഷാ ദൗത്യത്തിൽ പങ്കാളികളായ ആളുകൾ എന്നോടിപ്പോൾ പറഞ്ഞത്. അതായത് നേരത്തെ നമ്മളോട് വളരെ രോക്ഷത്തോടെ കുറച്ച് ആളുകൾ പറയുകയായിരുന്നു, ഈ മുണ്ടക്കൈ മേഖലയിൽ ആളുകൾ മരിച്ചിട്ടുണ്ട്, ധാരാളം ഒത്തിരി ആളുകൾ അവിടെ കുടുങ്ങിയിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്, അവരുടെ മൃതദേഹം കൊണ്ടുവരാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട്, അപ്പോൾ അതിന് വേണ്ട ക്രമീകരണം ഏർപ്പെടുത്തണമെന്ന്. അങ്ങനെ അവിടെ നിന്ന് മരിച്ചു എന്ന് സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ അവിടെ പോയ ആളുകൾ, രക്ഷാദൗത്യത്തിന് പോയ ആളുകൾ പറഞ്ഞതനുസരിച്ച് വീണ്ടും ഇവിടെ ദൗത്യത്തിൽ പങ്കെടുത്ത ഫയർ ആൻഡ് റെസ്ക്യൂ, അതുപോലെ NDRF, കരസേന, ഈ ഉദ്യോഗസ്ഥരൊക്കെ അതിൻ്റെ രക്ഷാദൗത്യത്തിൽ പോയ ആളുകൾ ആ മൃതദേഹം ഇവിടേക്ക് ഇപ്പോൾ കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ മരിച്ചു എന്ന് ഉറപ്പിച്ച ആളുകളെ ആണ് ഈ റോപ്പ് വേയിലൂടെ കൊണ്ടുവരുന്നത്. വല്ലാത്തൊരു കാഴ്ച. എനിക്ക് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് കഴിയുമ്പോൾ ഏതാണ്ട് മരവിച്ച മനസ്സോടെയാണ് ഞാനത് പ്രിയ പ്രേക്ഷകരോട് ഈ കാര്യങ്ങൾ പറയുന്നത്. ഏതാണ്ട് ഒരു യാന്ത്രികമായെന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ അതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് കുറച്ച് സമയമായി ഈ കാഴ്ചയാണ് കാണുന്നത്. ഇങ്ങനെ നിശ്ചലമായ, നിർജീവമായ എത്രയോ മൃതദേഹം ഈ റോപ്പ് വേയിലൂടെ ഈ കരയിലേക്ക് വരികയാണ്. ഇവരൊക്കെ ഇന്നലെ വളരെ സജീവമായി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നവരാണ്. നമ്മൾ ഈ പറയുന്ന സമയത്ത് ഇവിടെ നിന്നൊക്കെ കടകളിലൊക്കെ സാധനമൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയവർ, മക്കളോടൊപ്പം അത്താഴം കഴിച്ചുറങ്ങിയവർ, അവരിതാ ഇന്ന് നിശ്ചലമായി ചേതനയിട്ട് നമ്മളുടെ മുന്നിലൂടെ കടന്നു വരികയാണ്. അപ്പോൾ വല്ലാത്തൊരു കാഴ്ച, വല്ലാത്ത എനിക്ക് ഏതൊക്കെ വാക്കുകൾ കൊണ്ട് ഈ കാഴ്ച പ്രേക്ഷകരോട് പറയണമെന്നറിയില്ല. അപ്പുറത്ത് വേറൊരു കാഴ്ചയുള്ളത് ആ മേഖലയിൽ കുടുങ്ങിക്കിടുന്നവർ, അവിടെ ഒരു വലിയ വെളിച്ചം കാണാം. അവിടെ കാണാം, എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർക്ക് അത് കാണാൻ കഴിയുമെന്നാണ്. ഈ അപകടത്തിൽപ്പെട്ടവർ, അവിടെ പരിക്കേറ്റവരും മറ്റുമൊക്കെ ഉണ്ട്. അതിൽ പരിക്കേറ്റവരൊക്കെ ഉണ്ടായിരുന്നവരെ നേരത്തെ തന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിലെ ഉദ്യോഗസ്ഥർ പറയുകയായിരുന്നു, ആ മേഖലയിൽ നിന്ന് 1000-ഓളം ആളുകളെ ഇതിനോടകം സുരക്ഷിതരായി നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തുകൂടി ആശുപത്രികളിലേക്കും ക്യാമ്പുകളിലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പകൽ നടന്ന ദൗത്യം എന്ന് പറയുന്നത് നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിൽ അങ്ങേയറ്റം വലിയ ഇടപെടലുണ്ടായ ദൗത്യമായിരുന്നു. അപ്പോൾ ഇത്രയും ഒരു ദുരന്ത ഭൂമിയിൽ നിന്ന് പരിക്കേറ്റവരും അല്ലാതെ എന്ന് വെച്ചാൽ പരിക്കേറ്റവരും കാര്യമായ പ്രശ്നങ്ങളില്ലാത്തവരും ഒക്കെയായി ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ തെല്ലും അതിശയോക്തിയില്ല. അപ്പോൾ രാത്രിയിലും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും ഈ ദൗത്യം പുരോഗമിക്കുകയാണ്. അതിലൊക്കെ പോയവർ, ദൗത്യത്തിൽ പങ്കെടുത്തവർ, അവിടെ ഇനിയും കുടുങ്ങിക്കിടക്കുന്നവരൊക്കെ ഇതാ ഈ റോപ്പ് വേയിലൂടെ വരുന്നുണ്ട്. അവരുടെ ദൗത്യം അവസാനിക്കുന്നില്ല, രാത്രിയിലും തുടരുകയാണ്. നേരത്തെ നമ്മൾ ആ മേഖലയിലൂടെ പോയ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെയും ആർമിയുടെയൊക്കെ വാഹനം വരുന്നത് കണ്ടു. അങ്ങേയറ്റം ദുഷ്കരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ വാഹനങ്ങൾ വരുന്നത്. ആ വാഹനങ്ങളിൽ നമ്മൾ കണ്ടത് മൃതദേഹമായിരുന്നു. അതാണ് നേരത്തെ ഈ വഴിയിലൂടെ നമ്മൾ ഈ റോപ്പ് വേയിലൂടെ കൊണ്ടുപോയത്, ആശുപത്രിയിലേക്കൊക്കെ മാറ്റിയത്. അപ്പുറത്ത് നമ്മൾ ഈ വലിയ സ്ട്രീം ഇത് കാണാം. ഇത് ഇന്ന് രാവിലെയൊക്കെ കര കവിഞ്ഞൊഴുകുകയായിരുന്നു. ഇപ്പോഴത് കുറച്ച് മലവെള്ളപ്പാച്ചിലിന് ശക്തി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ഇത്തരമൊരു ക്രമീകരണമെങ്കിലും ഏർപ്പെടുത്താൻ കഴിഞ്ഞത്. വീണ്ടും ആ റോപ്പ് വേയിലേക്ക് പോകാനുള്ള സ്ട്രെച്ചറൊക്കെ ഇവിടുന്ന് അയക്കുകയാണ്. അതപ്പോൾ വീണ്ടും അവിടെയും മൃതദേഹമുണ്ട്, അവിടേക്ക് കൊണ്ടുവരാൻ, ഇക്കരയിലേക്ക് കൊണ്ടുവരാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ തുടരുകയാണ് വേണു. ഇങ്ങനെ ആളുകളുടെ നിശ്ചലമായ ശരീരം അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, അതിവിടെ ഏറ്റുവാങ്ങി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. യഥാർത്ഥത്തിൽ ഒരു യാന്ത്രികമായ ജോലി പോലെ അത് നടക്കുകയാണ്. നമുക്ക് എത്ര സമയം അത് തുടരുമെന്നൊന്നും അറിയില്ല, എത്ര ദിവസം ഇത് തുടരുമെന്നറിയില്ല.
മുണ്ടക്കൈ മേഖലയിൽ പോയ ആളുകൾ പറയുന്നത് അവിടെ നമ്മൾ കരുതിയതിനൊക്കെ അപ്പുറത്തേക്ക്, ഒരുപക്ഷെ ആദ്യമായാണ് അത്തരം ഒരു വിവരം, അതായത് ഈ ദൗത്യ സംഘത്തിൽപ്പെട്ട ആളുകൾക്ക് അവിടെ പോയി മടങ്ങി വന്ന് നമ്മളോട് സംസാരിക്കാൻ പറ്റുന്നത് ആദ്യമായിരുന്നു. അവർ പറയുന്നത് നമ്മൾ പുറത്തറിഞ്ഞതിനൊക്കെ അപ്പുറത്തേക്ക് അവിടെ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. അവിടേക്ക് ഇനിയും ഈ രക്ഷാപ്രവർത്തകർ എന്ന മട്ടിൽ, എന്ന് വെച്ചാൽ അവിടേക്ക് ഈ ട്രെയിൻഡായ ആളുകൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരൊക്കെ നൽകിയ വിവരങ്ങൾ അവരുടെ ഉണ്ടായിരുന്നുള്ളൂ. കുറേ ആളുകൾക്ക് അവിടേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു എന്ന് അവർ തന്നെ പറയുകയാണ്. അവിടെ പലയിടത്തും ആളുകളുടെ ചലനമറ്റ ശരീരം അവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ അവർ അവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് മാറ്റി കിടത്തിയിരുന്നു. അത് വീണ്ടും ഇപ്പോഴത് എന്താണ് പറയുന്നത്, അതാണ് ഇപ്പോൾ ഇവിടേക്ക് ഈ രാത്രിയിലും കൊണ്ടുവരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നാളെ രാവിലെ വലിയ തോതിലുള്ള പരിശോധന അവിടെ ആവശ്യമാണ് എന്നാണ് ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നവർ പറയുന്നത്. കാരണം അവിടെ മണ്ണിനടിയിലൊക്കെ ആളുകൾ കുടുങ്ങിയിട്ടുണ്ട്, ആളുകളെ കാണാനുണ്ട് എന്നുള്ള പരാതികൾ ആ മേഖലയിൽ നിന്ന് വരുന്നുണ്ട് എന്നാണ്. നമ്മൾ ഇവിടെ വന്ന സമയത്ത് കണ്ടത് കുടുംബങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ, അതുപോലെ വൃദ്ധരായ ആളുകളൊക്കെ ഏതാണ്ട് അവരാ ഞെട്ടലിൽ നിന്ന് മോചിതരായില്ലെങ്കിലും അവരൊരു ആശ്വാസം അവരുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അവർ നമ്മളുടെ മുന്നിലൂടെ ഈ ദൗത്യത്തിൽ പങ്കെടുത്തവർക്ക് നന്ദി പറഞ്ഞ് കടന്നു പോകുന്ന ആ കാഴ്ച ഞാൻ കണ്ടു. അവർ ഈ മേപ്പാടിയിലെ വിവിധ ക്യാമ്പുകളിലേക്കൊക്കെയാണ് അവരെ രാത്രിയിൽ മാറ്റുന്നത്. ഈ ദുരന്തത്തിന് ഒരു പക്ഷേ സാക്ഷ്യം വഹിച്ചവരാണ് അവരുടെ ആ ഷോക്ക് അവരുടെ മുഖത്തുണ്ട്. അത് എത്ര ദിവസം, എത്ര നാൾ കഴിഞ്ഞാൽ അത് മാറുമെന്നറിയില്ല. കൊച്ചു കുട്ടികൾ ഒക്കെ ഉണ്ട്. അവരൊക്കെ പലരും ഈ കരയാൻ, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ കരച്ചിൽ എന്ന് പറയുന്നത് ആ ഷോക്കിൽ നിന്നുള്ള റിലീഫാണ്, പക്ഷേ അവർക്ക് കരയാൻ കഴിയുന്നില്ല. പലരോടും ചോദിക്കുമ്പോൾ അവർ നിർവികാരതയോടെ നമ്മളെ നോക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ കുടിവെള്ളവും ഒക്കെ കൊടുത്ത് അവരെ ഇവിടുന്ന് യാത്രയാക്കുമ്പോൾ ഏതാണ്ട് ഏതൊക്കെ വാങ്ങി അവർ പോകുന്നു എന്നതിനപ്പുറത്തേക്ക് അവരുടെ ഉള്ളിലെ വികാരം എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത തരത്തിൽ വലിയ ട്രോമയിലൂടെ കടന്നുപോയ ആ കുടുംബങ്ങളെ, അവിടുത്തെ മാതാപിതാക്കളെ, കൊച്ചുകുട്ടികളെ, വൃദ്ധരായവരെയൊക്കെ നമ്മൾ കാണുകയായിരുന്നു. അവരെയൊക്കെ ഇപ്പോൾ ആശുപത്രിയിലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ട്. അവർക്ക് പ്രാഥമിക ചികിത്സ എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. ചൂരൽമലയിൽ നിന്ന് അവിടെ മുണ്ടക്കൈയുമായി ബന്ധിപ്പിക്കുന്ന ആ താൽക്കാലിക പാലം, സേനയുണ്ടാക്കിയ താൽക്കാലിക പാലത്തിലൂടെ സ്ത്രീകളെയും കുട്ടികളെയും മറുകരയിലേക്ക് സുരക്ഷിതമായി എത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ അവിടെ നിന്ന് മൃതദേഹങ്ങളും ഈ പുഴയ്ക്ക് കുറുകെ കെട്ടിയ വടത്തിലൂടെ ഇക്കരെ എത്തിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. വിജയകുമാർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഹൃദയഭേദകമായ കാഴ്ചയാണ് ആ ദുരന്ത മുഖത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടക്കാം.